നമ്മുടെ അടുത്ത ദിവസം രാവിലെ ആയി ഞാൻ വീണ്ടും ബസ്സിൽ കയറി പുതിയ യാത്ര തുടങ്ങുവാണ്. ഞാൻ പട്ടായയിലോട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മുടെ മെട്രോ ടിക്കറ്റ് എടുത്തു. ഞാൻ മെട്രോയിലോട്ട് കയറുന്നു. നമ്മുടെ പട്ടായയിലോട്ട് പോകാനുള്ള ബസ് സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ രാവിലെ ട്രെയിനിൽ പോയിരുന്നതാണ്, പക്ഷെ കിടന്ന് ഉറങ്ങിപ്പോയി. ട്രെയിനിൽ പോയാൽ 30 ബാത്ത് 100 രൂപ, ബസ്സിൽ പോയാൽ അതേസമയം 130 400 രൂപ അടുപ്പിച്ച്. ഇവിടെ കുറേ ഇതുപോലത്തുള്ള സീറ്റ് അല്ല കൗണ്ടറുകൾ ഉണ്ടെങ്കിലും നമുക്ക് 130ൻ്റെ കൗണ്ടർ, ഏറ്റവും ചീപ്പ് കൗണ്ടർ ആ ഒരു ഫ്രണ്ട് ഭാഗത്തിലാണ്. ഞാനിനി നമ്മുടെ ബസ് കയറാൻ വേണ്ടി പോവാനായിട്ട് പോകുന്നു. I want one, but give me sauce, no spicy. No spicy? Yeah, no spicy sauce. This is very spicy, right? ഞാനിങ്ങനെ കുറച്ച് സ്പൈസി നോൺ സ്പൈസിയും കൂടെ മിക്സ് ചെയ്തു ഞാൻ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാമോ എന്തോ നോക്കാം. ഇനി വെള്ളം വാങ്ങണം. അങ്ങനെ ഞാൻ ബസ്സിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. 16ാമത്തെ സീറ്റ് നമ്പറാണ് കേട്ടോ എൻ്റെ. വന്നു, സോറി പട്ടായയിൽ വന്നു. ലെറ്റ്സ് ഗോ. ഞാൻ അവസാനം ബൈക്ക് ടാക്സി എടുത്ത് ഇനി ഞാൻ പട്ടായ സിറ്റിയിലോട്ട് പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ക്യാമറ ആണായില്ല എന്ന് പറഞ്ഞ് ഓടി, ബസ്സിനെ പിടിക്കാൻ വേണ്ടി ഓടി. ലാസ്റ്റ് എൻ്റെ ബാഗിൽ തന്നെ ക്യാമറ ഉണ്ടായിരുന്നു. ടെൻഷനായിരുന്നു. അങ്ങനെ പട്ടായയിൽ വന്ന് നമ്മുടെ കേരള ഹൗസിൻ്റെ മുന്നിലോട്ട് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഞാനിപ്പോൾ ജൂണിൻ്റെ അവിടെ പട്ടായയിലേക്കുമാണ്. പട്ടായയിലെ കാഴ്ചകളാണ്. പട്ടായയിൽ നിന്ന് ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള കോറൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ആ ഒരു ഐലൻഡിലോട്ട് പോകാനായിട്ട് രാവിലെ വണ്ടി കാത്തിരിക്കുകയാണ്. വണ്ടി ആരെങ്കിലും നിർത്തോ, ഇതോ വരുന്നു. നിർത്താതെയാണല്ലോ പോകുന്നത്. I think they're stopping. Stop? Yeah. നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, പോയി നോക്കാം. You just go and ask if we go to the island. Ask maybe first. നമ്മൾ ഐലൻഡിലോട്ട് പോകാൻ രാവിലെ 10 മണിക്ക് പോകേണ്ടതാണ് ഐലൻഡിലോട്ട്. നമ്മളങ്ങനെ ഈ ഒരു വണ്ടിയിൽ കയറി നമ്മളിനി ബോട്ട് സ്റ്റേഷനിലോട്ട് പോകുന്നു. ഇത് പയ്യാണല്ലോ പോകുന്നത്. എല്ലാം ചൈനക്കാരന്മാരാണ് ഈ വണ്ടിയിൽ പോയത്. നമ്മുടെ ഫെറി എടുക്കേണ്ട ഐലൻഡിലോട്ട് പോകാനായിട്ടുള്ള ഫെറി എടുക്കേണ്ട ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. പകല് ഫുള്ള് വിജനായിട്ട് കിടക്കുവാണ്. ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ഫെറി എടുത്ത് പോകേണ്ടത്. ഇവിടെ നിന്നാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഐലൻഡ് പോകുന്ന ഭാഗം, നമ്മുടെ ഫെറി എടുത്ത് പോകേണ്ടത്. എനിക്ക് തോന്നുന്നു ഓൾറെഡി നല്ല തിരക്കുണ്ട്. ഫെറി എടുത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെയാണ് ഇവർ. ആ കാണുന്നതാണ് നമ്മുടെ ബോട്ടിൻ്റെ ചട്ടി. എന്ത് മനോഹരമല്ലേ ഇവിടെ നോക്കുമ്പോൾ. നമ്മുടെ പട്ടായയിലെ ഒരു ബീച്ച് വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല മനോഹരം കണ്ടിട്ട്. ഇവിടെ ഒരാൾക്ക് 150 ബാത്ത്, അതായത് 450 രൂപ എന്നുള്ള നിരക്കിൽ സ്പീഡ് ബോട്ടുണ്ട് പെട്ടെന്ന് പോയിട്ട് വരാനായിട്ട്. പിന്നെ നമ്മുടെ നോർമൽ ബോട്ട്, ഈ കാണുന്നത് ഇവിടുത്തെ ബോട്ട് സ്റ്റേഷൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആണ്. ഞാൻ പോകുന്നത് നോർമൽ ടിക്കറ്റ് 30 ബാത്തിൻ്റെ ടിക്കറ്റ് എടുത്ത് പോകാനാണ്. ഈ കാണുന്നത് നമ്മുടെ സ്പീഡ് ബോട്ടിൽ കയറാനായിട്ടുള്ള ആളുകളുടെ തിരക്കാണ് ഇവിടെ. ഈ കാണുന്നത് നമ്മുടെ സ്പീഡ് ബോട്ടിൻ്റെ ഒരു ജെട്ടികളാണ് കേട്ടോ ഈ കാണുന്ന സ്പീഡ് ബോട്ട്. പക്ഷെ പെട്ടെന്ന് പോയിട്ട് നമ്മളെ പെട്ടെന്ന് കൊണ്ടുവരും. നമ്മുടെ ബോട്ടിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. കപ്പുങ്ക ഇവിടെ ഓരോ മണിക്കൂർ വെച്ചിട്ടാണ്. ഇനി നമ്മുടെ ബോട്ട് 1 മണിക്കുണ്ട്. ബോട്ട് ഓരോ മണിക്കൂർ വെച്ചാണ് ഡിപ്പാർട്ട് ഫ്രം കൊലാൻ പട്ടായ. 1 മണിക്ക് 13, 1 മണിക്ക് 30 ബാത്താണ് ഒരാൾക്ക് വരുന്നത്. ഇവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് കയറണം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. യെസ്. Okay, 2 tickets. Yeah. Give me no ticket? No. Ticket one way. You come back, you pay over there. Hello. Oh, okay. Yes, this is my friend. Okay. ഈ കാണുന്നതാണ് വെൽക്കം ടു മൈ പ്രൈവറ്റ് ബോട്ട് ഹബീബി. ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട്. ഓ എല്ലാ ആൾക്കാരും ഇറ്റ്സ് ഓക്കെ. ഇതാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നിൽക്കാം, പക്ഷെ നല്ല വെയിലുണ്ട്. സെക്കൻഡ് ഫ്ലോർ. നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വേണമെങ്കിൽ പോവാം. ഞാൻ മുകളിൽ പോയിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഫുള്ളാണ്. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഞാനൊന്ന് മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. ഏകദേശം 30-40. How much time? 1 hour. 1 hour.
1 മണിക്കൂറുണ്ട് കേട്ടോ ഈ ഒരു ജേണി. ഓ എൻ്റെ അമ്മ, ഇവിടെ ആളുകൾ മുഴുവൻ ഫുള്ളാണ്. ഇവിടെ ഈ ഒരു ഭാഗം മുഴുവൻ. നമ്മൾ ഫ്രണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, പിന്നെ താഴോട്ട് മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ. അവിടെ നമ്മുടെ പട്ടായ സിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് കേട്ടോ, ഒരു സിഗ്നേച്ചർ ബോർഡ് പോലെ ഉണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ഇതെല്ലാം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ പോകുന്ന ഐലൻഡ് എന്ന് പറയുമ്പം ആ ഒരു ഭാഗത്തോട്ടാണ്. നമുക്ക് ലൈഫ് ജാക്കറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എടുക്കാം. ആ പുള്ളി എന്തൊക്കെയാ പറയുന്നുണ്ടോ ഒന്നും മനസ്സിലാവുന്നില്ല. What is saying? He said like for one seat, 5 person. ഓ, ഒരു സീറ്റിൽ 5 ആൾക്കാരാണ്. അതാണ് കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത്. 1 2 3 4 5 5 പേരാണ് ഒരു സീറ്റിൽ ഇരിക്കേണ്ടത്. ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ക്യാപ്റ്റനാണ് ആ കാണുന്നത്. ഇതിലെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ ബോട്ടിൽ ഇല്ല ആൾക്കാരില്ലേ, അതിൽ 90%, 90%, ഒരു 80% ചൈനക്കാരാണ് കേട്ടോ. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള അവർ ചൈനക്കാരെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കറങ്ങാൻ പോകും കേട്ടോ. അവർ വേറെ ലെവൽ ആൾക്കാരാണ്. നമ്മുടെ ബോട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോറി ഫോർ ദ സൗണ്ട്. ഓക്കെ, സോറി. നമ്മുടെ ബോട്ട് അവസാനം നമ്മുടെ ഐലൻഡിന്റെ ഭാഗത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. താഴോട്ട് ഇറങ്ങിയിട്ട് പോവാണ്. അടിപൊളി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഐലൻഡ് കേട്ടോ. നമ്മുടെ ബോട്ട് ഏകദേശം ഐലൻഡിന്റെ അടുത്തോട്ട് എത്താറായിട്ടുണ്ട്. നമ്മുടെ ബോട്ട് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. നമ്മുടെ പട്ടായങ്കാട്ടി വേറെ ലെവൽ ബീച്ച് കേട്ടോ. ഇവിടെ ആക്ച്വലി വേറെ ലെവൽ സ്ഥലം. ആക്ച്വലി ഞാൻ ഈ വരുന്ന സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 5 വരെ തായ്ലൻഡിൽ ഒരു ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വരാം. അപ്പോൾ ഞാൻ ഈ ഐലൻഡിലോട്ട് എല്ലാം കൊണ്ടുവരും. പക്ഷേ ഈ ബോട്ടിലല്ല, വേറെ മനോഹരമായിട്ടുള്ള നല്ല ബോട്ടിലാണ് കൊണ്ടുവരാനുള്ള പ്ലാന്. ഇവിടെ വന്നിട്ട് നമ്മൾ ഭക്ഷണം എല്ലാം തരുന്നതാണ്. മാത്രമല്ല നമ്മുടെ ജൂണിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുന്നു. പട്ടായയിൽ നമ്മൾ കാഴ്ചകൾ കണ്ട്, പട്ടായയിൽ ധാരാളം സ്ഥലങ്ങൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജൂണിൻ്റെ സ്ഥലത്തോട്ട് പോകുന്നു. ജൂണിൻ്റെ വില്ലേജിൽ 2 ദിവസം സ്റ്റേ ചെയ്യുന്നു അവരുടെ കൂടെ, ഫാമിലിയുടെ കൂടെയൊക്കെ. എന്നിട്ട് അവിടുത്തെ ഡൂറിയാൻ ഫാമുകളൊക്കെ കാണാം, അവിടുത്തെ ഭക്ഷണങ്ങൾ കഴിക്കാം, അവിടെ നമുക്ക് ഓണം ആഘോഷിക്കാം. ഇത് നമുക്ക് തിരിച്ചു പോകേണ്ട ബോട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ കരയ്ക്ക് അടുപ്പിക്കുവാണ് കേട്ടോ നമ്മുടെ ബോട്ട്. കുറേ ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ ഇനിതാ ബോട്ടിൽ നിന്ന് കരയ്ക്ക് കയറുവാണ്. നല്ല നീല കളർ വെള്ളം കേട്ടോ ഇവിടെ. ഫൈനലി അങ്ങനെ നമ്മുടെ കോറൽ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓ, അടിപൊളി കേട്ടോ. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ? നമ്മൾ കറക്റ്റ് ഒരു ലക്ഷദ്വീപൊക്കെ എത്തിയ ആ ഒരു ഫീലാണ് കേട്ടോ. അയ്യോ, വേറെ ലെവൽ കേട്ടോ. ഞാൻ 2 വർഷം മുന്നേ വന്നപ്പോഴും ഇവിടെ പോയില്ല, പക്ഷെ ഇപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. വേറെ ലെവല്. ആ ബോട്ട് പോകാനായിട്ടുള്ള ബോട്ടാണ്, വേറൊരു വലിയൊരു ബോട്ട്. ഓ, വേറെ ലെവല് കേട്ടോ ഈ സ്ഥലം. അവിടെ നമുക്കൊരു ബുദ്ധക്ഷേത്രമൊക്കെ മുകളിൽ ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫുള്ള് ബീച്ച് ആക്ടിവിറ്റിയും ഓരോ ബീച്ച് ആക്ടിവിറ്റീസാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ ബീച്ച് അടിപൊളി കേട്ടോ. വേറെ ലെവൽ ബീച്ച് ആക്ച്വലി. അവിടെ നമുക്ക് നീന്താനും അതിനൊക്കെ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. വെൽക്കം ടു ദ ഐസ്ലാൻഡ്. വെൽക്കം ടു ദ ഐലൻഡ്. അങ്ങനെ നമ്മൾ ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട് ജെട്ടി. നല്ല രസമുണ്ട്. ഇതെല്ലാം വേറെ പ്രൈവറ്റ് ബോട്ടൊക്കെ പോകാനായിട്ടുള്ള ജെട്ടിയാണ്. നമ്മൾ ഇതുപോലത്തുള്ള ബോട്ടിൽ നിങ്ങളെ കൊണ്ടുവരും കേട്ടോ. അതാണ് പ്ലാന്. ജൂൺ, വി ആർ ടേക്കിംഗ് കേരള പീപ്പിൾ ടു യുവർ വില്ലേജ്. യുവർ വില്ലേജ്. Tell Habibi, come to your village. Everybody Come to my village. ജൂണിൻ്റെ വില്ലേജിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ജൂണിൻ്റെ വില്ലേജൊക്കെ കാണുന്നവർക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനൊരു നമ്പർ ഇടാം. ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി കാര്യങ്ങളെല്ലാം തരും, ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ ജൂൺ 1 മുതൽ ജൂൺ 5 വരെയാണ്. പിന്നെ ചിലപ്പോൾ ഫ്ലൈറ്റ് എടുത്ത് വരികയാണെങ്കിൽ ജൂൺ 31 സെപ്റ്റംബർ. അപ്പോൾ ഓഗസ്റ്റ് 31 വല്ലോ ഫ്ലൈറ്റ് എടുത്ത് വരേണ്ടി വരും. അടിപൊളി കേട്ടോ. ഇവിടെ ഫുള്ള് കോറൽസ് ആണ്. അതുകൊണ്ടാണ് കോറൽ ഐലൻഡ് എന്ന് പറയുന്നത്. അവിടെ എല്ലാ ആൾക്കാരും എന്താണ്ട് ബീച്ചിലൊക്കെ ഇറങ്ങി കുളിക്കുകയോ നീരാടുകയൊക്കെ ചെയ്യുവാണ്. നമ്മളങ്ങനെ നമ്മുടെ ജട്ടിയിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ നമ്മുടെ ബോട്ടിൻ്റെ ഓഫീസൊക്കെ. തായ്ലൻഡിൻ്റെ രാജാവിൻ്റെ
ഒരു ചിത്രമൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു തായ്ലൻഡിൻ്റെ ഫ്ലാഗ്. ഈ കാണുന്ന ബീച്ചാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അടിപൊളിയായിട്ട് കുളിക്കാനും വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഇവിടെ എല്ലാവരും ബൈക്കാണ് കേട്ടോ. ഇവിടെ കാറുകളൊന്നും ഈ ഒരു സ്ഥലത്ത് അങ്ങനെ അധികം കാറുകളൊന്നുമില്ല ഈ ഒരു വില്ലേജിൽ, ഈ ഒരു ഐലൻഡിൽ. ഇവിടെ നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ വണ്ടി റെൻ്റ് എടുത്ത് നമുക്ക് വേറെ ഭാഗത്തോട്ടൊക്കെ പോകാം. പിന്നെ ഇതുപോലത്തുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ബീച്ച് റിസോർട്ടിൻ്റെ ഓരോ ബീച്ച് റിസോർട്ടിലുള്ള ആളുകളെയൊക്കെ വിളിക്കാൻ വേണ്ടി വരുന്ന വണ്ടികൾ. ഇവിടെ ബീച്ച് ഇങ്ങനെ നമുക്ക് സൺബാത്ത് ചെയ്യാനായിട്ട് ധാരാളം ഇതുപോലെ ഹട്ടുകളുണ്ട്. ഇവിടെ നമ്മുടെ ചിക്കനും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കടകളാണ്. നമ്മളെല്ലോ ചിക്കൻ കഴിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ സ്റ്റോറുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി റെൻ്റ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. 2 മണിക്കൂറിന് 600 രൂപയാണ്. സാധാരണ ഒരു ദിവസം ഫുൾ എടുക്കുന്നതിന് 250 ഭാഗത്തിനൊക്കെ കിട്ടും. ഇതിൽ പെട്രോളും കൂടെ അവർ നിറച്ച് തരും കേട്ടോ. അതാണ് ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത്. ഫുൾ ടാങ്ക്. ഇതിൽ ഫുൾ ടാങ്ക് ഉണ്ട്. വേറെ വണ്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടോ? ചെക്ക് ഇഫ് ദർ ഈസ് എനി പ്രോബ്ലം, എനി വെഹിക്കിൾ പ്രോബ്ലം. വണ്ടി ഓടിക്കാൻ വേണ്ടി പോവാണ്. ഹൗ? No, I drive for you. Okay, no, just kidding. Tata, John, Tata. Bye. അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു. വണ്ടിയിൽ കയറി. John, let's go. Go there. You can sit with me. Yes, sit. No, you go that side. I will scared. No, you sit. Oh, where you want to sit? How you want to sit? Okay. Ho. Yeah, okay. സ്കർട്ട് വിട്ടിട്ട് എങ്ങനെ കയറുമെന്നോ. ഇവിടെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ ഇതുപോലുള്ള കച്ചവട സ്ഥാപനങ്ങളും ആളുകൾക്ക് വന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് മുഴുവനായിട്ടും. ഇവിടെ നമ്മുടെ റോഡ് അവസാനിക്കും. നമ്മൾ മല കയറി വേണം, അപ്പുറത്ത് പോയിട്ട് മല കയറി വേണം പോകാനായിട്ട്. പക്ഷെ ഇവിടെ ഐലൻഡിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മുടെ മെയിൻലാൻഡ് പട്ടായയുടെ ഭാഗത്തു നിന്നും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ് കേട്ടോ ഈ ഒരു ഐലൻഡ് ഭാഗത്ത്. നമുക്ക് ഇവിടെ ഇതുപോലുള്ള വണ്ടികൾ, നമുക്ക് മറ്റുള്ള ബീച്ചുകളിലൊക്കെ പോകാനായിട്ട് ഇതുപോലത്തുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകളുണ്ട്. ഈ കാണുന്ന വണ്ടികൾ എടുത്തിട്ട് വേണമെങ്കിൽ പോകാനായിട്ട് പറ്റും. എന്താ ഒരു കുത്തൻ കയറ്റമാണ്. എൻ്റെ അമ്മ. നോ, യു ഹാവ് ടു വാക്ക്. ഇവിടെ എന്താ അല്ല വണ്ടി കയറുന്നില്ലല്ലോ. വണ്ടി കയറുന്നില്ല. കുത്തനെ കയറ്റോടുക. ഇവിടെ സൂക്ഷിച്ച് വണ്ടി ഓട്ടിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നതാ. വളവും സംഭവങ്ങളൊക്കെയാണിതാ. സൂക്ഷിച്ച് ഓട്ടിക്കണം. നല്ല കുത്തനെ കയറ്റമാണ്. കൊള്ളാം കേട്ടോ, നല്ലൊരു വൈബ്. Very professional. Yes, I am professional, you know. Very professional. Yes. ഓ, ഉയരം തോറും നമ്മുടെ ചായയുടെ മധുരം കൂടുന്ന പോലെ ഇവിടുത്തെ ബ്യൂട്ടി കൂടുന്നുണ്ട്. എൻ്റെ അമ്മോ, അടിപൊളിയാട്ടോ. ഇങ്ങോട്ട് മുകളിലോട്ട് കയറുമ്പോൾ ഇതിൻ്റെ ബ്യൂട്ടി നല്ല രസമുണ്ട്. ഇവിടെ കണ്ടോ ഒരു സംഭവം, അതായത് ഇവിടുത്തെ ബുദ്ധ ദൈവമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവരുടെ ബുദ്ധ ദൈവത്തിന് വേണ്ടി നമ്മുടെ ശിവനൊക്കെ ഉണ്ട്. അവർക്ക് എന്താ പറയുക, ആരാധനയായിട്ട് ആൾക്കാർ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് ദൈവത്തിന്. അവരുടെ ഒരു ഇതായിട്ട് ഡ്രസ്സുകൾ. ടച്ച് പ്രോബ്ലം. No, don't touch the inside. People we believe don't touch it, okay? ഓ, തായ് അവരുടെ ഇത് വെച്ച് ഇത് തുടരുതെന്നാണ് അവരുടെ ഇത്. ഇവിടെ ഒരു കണ്ണാടി, ഡ്രസ്സുകൾ കണ്ടില്ലേ, കൂൾ ഡ്രിങ്ക്സ്, ഇവിടെ ഭക്ഷണങ്ങൾ, ഇതൊക്കെ ഇവരിങ്ങനെ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. Don't touch anything. What is the belief? Why are they doing this? It's the spirit in this tree. ഈ മരത്തിൽ സ്പിരിറ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതാണ് അവരുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി എടുത്ത് പോകുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ കോറൽ ഐലൻഡിലെ ആദ്യത്തെ മെയിൻ ബീച്ചിൻ്റെ ഒരു മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് വീണ്ടും കുറേ വ്യൂ പോയിന്റുകളുണ്ട്. വീണ്ടും പല ഭാഗത്തായിട്ട് പല ബീച്ചുകളുണ്ട്. അതിമനോഹരം. ഇവിടെ ഓരോ ഭാഗത്ത് ഇതുപോലുള്ള റിസോർട്ടുകളും സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങോട്ടൊക്കെ നോക്കിയേ, എന്താ മനോഹരം അല്ലേ. അടുത്ത മറ്റൊരു ഭാഗമാണ് നമ്മുടെ പട്ടായ. നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണാൻ സാധിക്കും. ആ കാണുന്നത് നമ്മുടെ പട്ടായ ഭാഗമാണ്. ഇത് നമ്മുടെ ബീച്ചിൻ്റെ അപ്പുറത്ത് ഭാഗമാണ്. നമ്മൾ ആക്ച്വലി വന്നിട്ട് വണ്ടി റെൻ്റ് എടുത്തില്ലെങ്കിൽ ഇതുപോലത്തുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് വെച്ച് നമുക്ക് ആക്കാൻ പറ്റും. ഓരോ ദിവസമൊക്കെ നിൽക്കുവാണെങ്കിൽ റെൻ്റ് എടുക്കുന്നത് നല്ലതാണ്. നമ്മുടെ അപ്പുറത്ത് ഭാഗത്താണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെയും ഇതുപോലെ കൂടുതൽ റെസ്റ്റോറൻറ്റുകളാണ്. നമ്മുടെ ബീച്ച് ഭാഗത്ത് നമ്മുടെ വാട്ടർ ആക്ടിവിറ്റീസും ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ ഇതുപോലെ വണ്ടി റെൻ്റ് എടുത്ത് കറങ്ങുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്.
കാണുന്നതാണ് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള നമ്മുടെ പച്ചപ്പും ഹരിതാപകരവും. നമ്മളിനി അടുത്ത ബീച്ചിലോട്ട് പോകണം. ഓൾറെഡി ഒരു ബീച്ച് വന്ന് കണ്ടു. നമ്മൾ ഇപ്പം മറ്റൊരു ബീച്ചിലോട്ട് പോകുന്നു. ഇവിടെ കയറ്റവും ഇറക്കവും മാത്രമാണ്. എല്ലായിടത്തും കയറ്റവും എല്ലായിടത്തും ഇറക്കവുമാണ്. ഇവിടെ നമുക്ക് സുരക്ഷയ്ക്കായിട്ട് ഇവിടെ സൈഡിൽ ഇതുപോലുള്ള ഇതുണ്ട്. നമുക്ക് സുരക്ഷയ്ക്കായിട്ട് സൈഡ് തട്ടാതിരിക്കാനായിട്ട് നല്ല സ്റ്റീപ്പ് ഇറക്കങ്ങളാണ്. നമ്മൾ അടുത്ത ബീച്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇതുപോലെ ഇങ്ങനെ അവൈലബിൾ ആയിട്ട് കിടക്കും. ആളുകൾക്ക് റെൻ്റ് എടുക്കാതെയൊക്കെ വന്ന ആൾക്കാർക്ക് ഇത് വഴി കയറിയിട്ട് പോവാം. നല്ല മണക്കുന്നുണ്ട്. സോ ഗുഡ് സ്മെൽ റൈറ്റ്. നല്ല മീനിൻ്റെ മണമാണ്. ഇവിടെ കുറേ വണ്ടികളുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ബീച്ച് ഭാഗം. നല്ല നീല കളർ ബീച്ച്. കറക്റ്റ് നമ്മുടെ ലക്ഷദ്വീപൊക്കെ പോയ ആ ഒരു ഫീല്. ഇവിടെയൊക്കെ പക്ഷേ കുറച്ച് എന്താ പറയുക, ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്തൊക്കെ, ഈ ഒരു ഐലൻഡിലെ ബീച്ച്. ഇവിടെ നമുക്ക് ഇതുപോലത്തെ കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ജെറ്റ് സ്കീയും പിന്നെ ഇതുപോലുള്ള വേറെ സംഭവങ്ങൾ. ആ കാണുന്ന ഇവിടുത്തെ ഒരു റിസോർട്ടൊക്കെയാണ്. നല്ല രസമുണ്ട്. വെള്ളം അടിപൊളി. ഇതോ പ്യൂർ വെള്ളം. എൻ്റെ അമ്മോ, വെള്ളമാണ് ഇവിടുത്തെ മനോഹരമാക്കുന്നത്. അടിപൊളി വെള്ളം. ബീച്ചിലിറങ്ങി 2 മണിക്കൂർ അടിച്ചു പൊളിച്ചു. ഹൗ വാസ് ദ ബീച്ച് എക്സ്പീരിയൻസ്? Very funny. അടിച്ചു പൊളിച്ചു കേട്ടോ. അയ്യോ, അടിപൊളി ബീച്ച്. സത്യം പറയാലോ, വലിയ തിരകളൊന്നുമില്ല, എന്നാലും കുറച്ച് ഉള്ളിലോട്ട് പോയാൽ നല്ല തിരകളും ഉണ്ട്. അടിപൊളിയായി. യെസ് യെസ്. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ഐസ്ക്രീമാണ് കേട്ടോ ഈ കാണുന്നത്. You are buying bread? Ice cream. I think I want normal, this one. เท่าไหร่คะคุณ That's 30. อันนี้ 25 บาทครับ โอเคสแกน ബ്രെഡിന്റെ അകത്ത് കേട്ടോ ഐസ്ക്രീം. Habibi, I never seen. Wait, close it. Why? Only 4? എന്തോ പൊരിയൊക്കെ കിട്ടും പുള്ളിക്കാരൻ. ഹൗസ് ഐസ്ക്രീം? Very tasty. കൊള്ളാമെന്ന് കേട്ടോ. This is sticky rice. See? സ്റ്റിക്കി റൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. sticky rice with ice cream സ്റ്റിക്കി റൈസും ഐസ്ക്രീം. and bread. ബ്രെഡ്, പച്ച ബ്രെഡ് കേട്ടോ, പച്ച ടൈപ്പ് ബ്രെഡ്. അതെന്താന്തോ കെനിക്കോണ്ടി തേരികളൊക്കെ കണ്ടോ? ഫുള്ള് വലിയ വലിയ തേരികളാ. അതാ സൂക്ഷിച്ചു വേണം ഇവിടെ വണ്ടി ഓട്ടിക്കാനായിട്ട്. എന്റെ മോതോ വേറെ ലെവലിൽ സ്ഥലം. ഓ മൈ ഗോഡ്, അടിപൊളി. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി എടുത്തിട്ട് ഇനി നേരെ ലാസ്റ്റ് ബോട്ട്, 5 മണിയുടെ ലാസ്റ്റ് ബോട്ട് എടുത്ത് പോകാനുള്ള ഒരു പ്ലാനാണ്. നല്ല വെയിൽ. നമ്മുടെ റെൻ്റൽ ഇവിടെ എവിടെയാണ് നമ്മൾ റെൻ്റ് വാങ്ങിച്ച സ്ഥലം. നമ്മൾ ഓൾറെഡി 600 രൂപ അടുപ്പിച്ച് കൊടുത്തായിരുന്നു. 200 ബാത്ത് കൊടുത്തായിരുന്നു ഇവിടെ ഓൾറെഡി റെൻ്റ് എടുത്തപ്പോൾ. യെസ്, ഇവിടെയാണ് കേട്ടോ നമ്മൾ വന്നിട്ട് റെൻ്റ് എടുത്തത്. ഇവിടെ അല്ല, അപ്പുറത്ത്. നമ്മൾ ഇവരുടെ ID എന്തെങ്കിലും കൊടുത്തിട്ട് വേണം പോയിട്ട് എടുക്കാനായിട്ട്. ഇതാണ് കേട്ടോ സ്കൂൾ ID, No. ഗവൺമെൻറ് ID. ഓക്കെ, ഇത് കിങ്ഡം ഓഫ് തായ്ലൻഡിൻ്റെ ID ആണ്. നമ്മൾ വണ്ടി കൊടുത്തു, വേറെ ഒരു വലിയ പ്രശ്നം. താങ്ക് യു. യെസ്, ഇനി നമ്മൾ നേരെ നമ്മുടെ പട്ടായയുടെ മെയിൻ ലാൻഡിലോട്ട് പോകുന്നു. Okay. താങ്ക് യു. കപ്പുങ്കാ. ชมพูอ่ะเปิดอยู่ในตะกร้าชมพู നമ്മളങ്ങനെ നമ്മുടെ ബോട്ടിലോട്ട് കയറുവാണ്. അവസാന ബോട്ട് 5 മണിക്കാണ് കേട്ടോ. 5 മണിയുടെ ബോട്ട് എടുത്ത് നമ്മൾ തിരിച്ച് ബോട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ ബീച്ചിലോട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുവാണ്, ബോട്ടിലോട്ട്. ഇവിടെ ഇനി 5 മണിക്ക് എല്ലാ ആൾക്കാരും വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്ത് നമ്മളിനി യാത്ര സ്റ്റാർട്ട് ചെയ്യും.
അങ്ങനെ നമ്മുടെ ബോട്ട് വന്ന് നമ്മുടെ കരയ്ക്കടുപ്പിക്കാനായിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പട്ടായ നഗരം, ആ കാണുന്നതാണ് നമ്മുടെ പട്ടായ ബീച്ച്. അവിടെയാണ് നമ്മുടെ സ്റ്റേ ഒക്കെ വരുന്നത്. എല്ലാം തൊട്ടടുത്താണ് കേട്ടോ. പട്ടായയിലെല്ലാം നല്ല അക്സസിബിൾ ആയിട്ട് എല്ലായിടത്തും പോവാം. നിങ്ങൾ എന്തായാലും സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 5 വരെയാണ് നമ്മുടെ ട്രിപ്പ് വരുന്നത്. 5 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്, പട്ടായയും ബാങ്കോക്കും. പിന്നെ നമ്മുടെ ജൂണിൻ്റെ അവിടെ ഉള്ള വെള്ളച്ചാട്ടങ്ങളും നമ്മുടെ ഡൂറിയാൻ ഫാമും എല്ലാ ഗ്രാമ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പം കുറേ ആൾക്കാർക്ക് എന്നോട് ട്രാവൽ ചെയ്യണമെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ഈ ട്രിപ്പ് ഒരുക്കുന്നത്. പിന്നീട് എനിക്കതൊരു വരുമാന മാർഗം കൂടെ ആക്കണം. കാരണം നമ്മുടെ യാത്ര മാത്രം വെച്ചിട്ട്, യൂട്യൂബ് മാത്രം വെച്ചിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും സെപ്റ്റംബർ 1 മുതൽ 5 വരെ ഓണാഘോഷവും അതിൻ്റെയോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഓണാഘോഷമൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാം. ഓണത്തിന് അത്തമൊക്കെ ഇട്ട് പറ്റുമെങ്കിൽ ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കി, സദ്യയൊക്കെ ആക്കി നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര നടത്താം. ഇവിടെ നമ്മുടെ സൺസെറ്റ് ആയിട്ടുണ്ട്. സമയം 5:45 നമ്മുടെ ബോട്ട് ചെട്ടിയിലോട്ട് അടുപ്പിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബോട്ട് എത്തിയപ്പോൾ വീണ്ടും വേറൊരു ബോട്ട് ഇവിടെ നിന്ന് പോവാണ്. അത് വേറൊരു അത്യാവശ്യം വലിയ ബോട്ടാണ് കേട്ടോ. ഇതെവിടെ പോകുന്നതെന്ന് അറിയില്ല കറക്റ്റ്. ഇത് എനിക്ക് ഒന്ന് അപ്പുറത്തെ ഐലൻഡിലോട്ടാണെന്ന് തോന്നുന്നു. ഐ ഓൾറെഡി ഏറ്റൺ ക്രോക്കഡൈലിൻ്റെ മീറ്റാണ് കേട്ടോ. ഇവിടെ അതാണ്ട് ക്രോക്കഡൈലിനെ ഇങ്ങനെ വലുതാക്കി വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. അതിൻ്റെ തലയും ഇതും നമ്മുടെ ബീച്ച് ഭാഗത്തിൻ്റെ അടുത്തുള്ള ഫുഡ് കോർട്ടും സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനെ നടന്ന് റൂമിലോട്ടൊന്ന് പോട്ടെ. ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പട്ടായയിലെ വാക്കിംഗ് സ്ട്രീറ്റ്. രാത്രിയാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇവിടുത്തെ ലെവൽ അങ്ങ് ആകെ ഫുള്ളായിട്ട് മാറും. ഇപ്പം ഇങ്ങനെ കിടക്കണമെങ്കിലും രാത്രി അടിപൊളിയാണ്. ഇന്നലെ ഞാനും ജൂൺ കൂടെ വന്നായിരുന്നു. ഹൗ വാസ് ദ നൈറ്റ് ലൈഫ് യെസ്റ്റർഡേ? Good, not bad. ഇന്നലെ നമ്മൾ വന്നു, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് പോയി, കുറച്ച് ബോറടിച്ചു. ക്ലബ്ബെല്ലാം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് രാത്രി ഒരു 10, 11, 12 മണിക്ക് ശേഷമാണ് ഫുൾ ആക്റ്റീവ് ആവുന്നത്. യെസ് അങ്ങനെ അവസാനം ഞാൻ കടലിലൊക്കെ പോയി കുളിച്ച് റെഡിയായി വന്ന് ഞാനൊരു മലയാളി പരിചയപ്പെട്ടതാണ് കേട്ടോ. ബ്രോ എന്തുണ്ട്, സുഖമല്ലേ? സുഖം. പുള്ളി എന്റെ ഫോളോവറാണ്. ഇന്നലെ പരിചയപ്പെട്ടു, പക്ഷെ ഇന്ന് നമ്മളിപ്പോ സുഹൃത്തുക്കളാണ്. അതെ. എന്തുണ്ട് പേര് പറ? സാബിർ. സാബിർ എവിടെ സ്ഥലം? മലപ്പുറം. ഒറ്റയ്ക്ക് സോളോ ദുബായ് ഇറങ്ങാൻ വേണ്ടി വന്നതാണല്ലേ? സോറി, ദുബായ് തായ്ലൻഡ് ഇറങ്ങാൻ വേണ്ടി വന്നതാണ്. എങ്ങനെയുണ്ട്? ഓ അടിപൊളി അടിപൊളി. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ ബൊഫെ മലയാള ഭക്ഷണം, അവിടെ കേരള ഫുഡൊക്കെ അവിടെ ബൊഫെ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പിലും ബൊഫെ ഒക്കെ ആയിരിക്കും കേട്ടോ. കേരള ഭക്ഷണമൊക്കെയാണ് ഉൾപ്പെട്ടത്. കേരള ഭക്ഷണം, തായ് ഭക്ഷണം, തായ് തനത് ഭക്ഷണം അതെല്ലാം ഉൾപ്പെടും. ഞാൻ സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 5 വരെ ഒരു ട്രിപ്പ് നടത്തുക തായ്ലൻഡ്. ബ്രോയുടെ ഫസ്റ്റ് അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. ബ്രോ വന്നു ഓൾറെഡി, അല്ലെങ്കിൽ ബ്രോനെ വിളിക്കായിരുന്നു. നമ്മൾ നേരിട്ട് കണ്ടു, ഈ കാര്യങ്ങൾ ശരിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റി. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇന്നലെ ബീച്ചിൽ വെച്ച് കാണുന്നുള്ളത്. എൻ്റെ ഒരു ശരിക്കും ഒരു ഡ്രീമായിരുന്നു. ഞാൻ ഡ്രീമിൽ എപ്പോഴും കണ്ടിട്ടുണ്ട്. എപ്പോഴും നിന്റെ വീഡിയോ എപ്പോഴും കാണും. അപ്പോൾ വീഡിയോ കാണുമ്പോൾ എപ്പോഴും തോന്നും ഒരിക്കൽ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യുന്നില്ല. അത് ഉറക്കത്തിൽ എന്നോ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. പക്ഷെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഫുള്ളി എക്സൈറ്റഡ് ആയി പോയി ഇന്നലെ കണ്ടപ്പോൾ. ഇന്നലെ അതുപോലെ തന്നെ അല്ലേ? ഇന്നലെ അതുപോലെ വേറൊരു മലയാളിയുണ്ട്. പുള്ളി ഇങ്ങനെ വീഡിയോ ഫോട്ടോയും എന്തൊക്കെ കുറെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പുള്ളി പറഞ്ഞ് എനിക്കിപ്പം മമ്മൂട്ടിയെ കണ്ട പോലെ ഫീലാണ്. പിന്നെ നമുക്ക് ഞാനെപ്പോഴും മാഹിനാണല്ലോ. പുറത്ത് ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോഴാണ് കേട്ടോ എനിക്ക് ഇത്രയും വില ഉണ്ടെന്നും ഇത്രയും സ്നേഹിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാവുന്നത്. സത്യം പറയാലോ. ഇന്നലെ ബ്രോനെ കണ്ടപ്പോഴും എൻ്റെ പാഷനും മാഹിന്റെ പാഷനും ഒരുമിച്ചൊരു ഒരേ പാഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും നമ്മൾ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. കേരള ഭക്ഷണം ആൾക്കാരൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അവരൊക്കെ എടുത്തിട്ട് പോയി എടുക്കാം. ബൈ ബ്രോ, ഹായ്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ്. അതെ, എന്തുണ്ട് ബ്രോനെ? പിന്നെ എല്ലാവർക്കും അറിയാം. 2-3 വീഡിയോ ഭക്ഷണം കഴിക്കാം. അവര് ക്യൂ കഴിയട്ടെ. എന്താ സ്പെഷ്യൽ? എന്താ സ്പെഷ്യലി? നമ്മുടെ കേരള ഫുഡാണ് ഇന്ന് മൊത്തം. നല്ല തിരുവനന്തപുരം സ്റ്റൈൽ ചിക്കൻ ഫ്രൈ, കടലക്കറി, ദോശ, സാമ്പാർ, പൊറോട്ട, പിന്നെ പായസം, പിന്നെ നമ്മുടെ അച്ചാറ് എല്ലാം തന്നെ ഉണ്ട്. നമ്മുടെ നാടൻ സ്റ്റൈലാണ് മൊത്തം. അടിപൊളി. കഴിക്കാം. നമ്മുടെ ഭക്ഷണം എന്താ ഇവിടെ? ചോറ്, കടലക്കറി, പൊറോട്ട, പിന്നെ ദോശ ഉണ്ട്, പിന്നെ ചിക്കൻ നമ്മുടെ ഫ്രൈ, പിന്നെ മുട്ടക്കറി,
ഇതൊക്കെയാണ് കേട്ടോ ഭക്ഷണം. എങ്ങനെയുണ്ട് ഭക്ഷണം? അടിപൊളിയല്ലേ? ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അതേടാ, നമ്മള് ഓണത്തിനാണ് നമ്മുടെ ട്രിപ്പ്. ഓണത്തിന് നമ്മള് സദ്യ കൊടുക്കുന്നുണ്ട്. അടിപൊളി സദ്യ നോക്കാം കേട്ടോ, നമ്മൾ നോക്കാം. ഓണം അടിപൊളിയായിട്ട് കളറാവാൻ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ സദ്യയൊക്കെ നോക്കാം. അറിയില്ല, ഉറപ്പില്ല, നോക്കാം. അടിപൊളി. അപ്പം ഭക്ഷണം കഴിക്കട്ടെ. നമ്മള് അങ്ങനെ അവസാനം മസാജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ്. ബേബി, നമ്മള് മസാജ് ചെയ്താണ്ട് 3 കർട്ടൻ ഉണ്ട് കേട്ടോ. 3 പേർക്കും 3 കർട്ടൻ. തായ് മസാജിന് വേണ്ടി വന്നിരിക്കുവാണ് കേട്ടോ. ഇവിടെ തായ് മസാജിന് കിടക്കുവാണ്. ബ്രോ അടയ്ക്കുവാണോ? അങ്ങനെ പറയല്ലേ, പോവാണോ? ബ്രോന് നാണം വരുന്നു. What? He gonna enjoy his his moment now. His massage. Yes. Habibi, enjoy, okay? Enjoy your time. ഇങ്ങനെയാണ് കേട്ടോ ഇവരുടെ മസാജ് ഇവിടെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെ നമ്മള് മസാജും സംഭവങ്ങളും പിന്നെ കുറച്ച് വൈകുന്നേരം പരിപാടിക്കൊക്കെ പോയിട്ട് രാവിലെ എണീറ്റു നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. കേരള ഹൗസിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ഞാനും ജൂണും നമ്മൾ ബാങ്കോക്കിലോട്ട് പോവാണ്. ബാങ്കോക്കിൽ പോകാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. രാവിലെ സമയം He gonna back to Kerala soon. You can meet him soon. ഇവിടെ കണ്ടില്ലേ മദ്രാസ് കിച്ചൺ? ഇവിടെ കണ്ടില്ലേ ഒരു തള്ള വെങ്കടേഷ് തല ഗ്രൂപ്പ്, അവരുടെ ഒരു മദ്രാസ് കിച്ചൺ ഒക്കെയാണ് കേട്ടോ. ഇവിടെ ഫുൾ ഇന്ത്യക്കാർ ധാരാളം പേരാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. രാവിലെ വന്ന് ജൂണിവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ദോശ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. This is masala dosha. How do you feel? Very yummy. You have to mix. Also there is a paste, you know. Eat. ഒക്കെ കഴിച്ച് നമ്മൾ കാറിൽ കയറി ഇനി പട്ടായ നോർത്ത് ബസ് ടെർമിനലിലോട്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാനാ. Can you tell her to open this? Yes. മിസ്തുബിഷിയുടെ കാറാണ്. Yes, let's go. നമ്മുടെ പെണ്ണാണല്ലോ ഡ്രൈവർ. ഹലോ, സവാദിക്ക. 82ค่ะ. അങ്ങനെ നേരെ ബസ് സ്റ്റേഷനിലോട്ട്. അവസാനം നമ്മുടെ ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ് കയറാനായിട്ട് എത്തിയിട്ടുണ്ട്. കാണുന്നതാണ് കേട്ടോ നമ്മുടെ ബസ്. ഫൈനലി 3 മണിക്കൂറിന് ശേഷം നമ്മൾ പെട്ടെന്ന് ബാങ്കോക്കിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്കിളിന്റെ അടുത്ത് വഴി ചോദിക്കാം. BJ Tonglo. Okay, it's near? Not near but not far. Okay. Thank you. പുള്ളിക്കാരൻ്റെ യൂണിഫോമിൽ കണ്ടില്ലേ ഇവിടെ ബാൾജ് ഇതൊക്കെ ഉണ്ട്. ഇവിടെ ബസ്സിൻ്റെ കണ്ടക്ടറിന് വരെ ബാൾജും കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനങ്ങനെ ബാങ്കോക്കിലെത്തിയിട്ട് ഇനി പോകുന്നത് വേറൊരു വലിയ യാത്രയ്ക്കാണ്. ഫ്ലൈറ്റ് എടുത്തൊരു യാത്ര നടത്താൻ വേണ്ടി പോവാണ്. ഒരു സ്ഥലത്തുമല്ല, നാട്ടിലോട്ടാണ് കേട്ടോ. നാട്ടിൽ പോയിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണം മറ്റന്നാളാണ്. ഞാൻ നാളെ വൈകിട്ടേ എത്തുള്ളൂ. അത് കഴിഞ്ഞ് മറ്റന്നാളെ വെളുപ്പാലത്തെ കല്യാണം. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ കസിൻ്റെ കല്യാണം. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ, 3 കസിൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങനെ നാട്ടിലിങ്ങനെ നിന്ന് പോവുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഫുൾ യാത്ര കറക്റ്റായിട്ട് നടക്കുന്നില്ല. നാട്ടിൽ പോകാൻ ഓരോ ഫ്ലൈറ്റ് എടുത്ത് പോകണം. അതിൻ്റെ ചിലവ് എല്ലാം കൂടെ തലവട്ടാവുന്നു കേട്ടോ. ഈ കല്യാണങ്ങൾ എന്തിനാണെന്നോ ഇത്രയും ഇങ്ങനെ കല്യാണം ഒരുമിച്ചായതെന്നാണ് ഇപ്പോൾ പ്രശ്നം. അന്ന് എൻ്റെ ഒരു ഫസ്റ്റ് കല്യാണത്തിന്, എൻ്റെ കസിൻ്റെ കല്യാണത്തിന്, അത് 2 വർഷം മുന്നേ തീരുമാനിച്ച കല്യാണമാണ്. അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ നിന്ന് വന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും 2 കസിൻ്റെ കൂടെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ ഫ്രണ്ട്സ്. അപ്പോൾ ലെറ്റ്സ് ഗോ ഗെറ്റ് സം. ഐ വാണ്ട് ടു ഗെറ്റ് സം സ്റ്റിക്കി മാംഗോ റൈസ് ഇന്ന് കഴിച്ചിട്ട് ഞാൻ എയർപോർട്ടിലോട്ട് പോവാം. ഞാൻ അവസാനം നമ്മുടെ ജൂണിനേക്ക് അവിടെ പറയാൻ വേണ്ടി പോവാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഞാൻ ബസ് പിടിച്ച് പോവും. ജൂൺ, see you next time. Bye, take care. Safe flight, safe journey. See you with other Kerala people for the tour. See you next time, Kerala people. Bye. Mahin is back his home tomorrow. If you see him, please say hi to him and take care of him.
Alright, thank you so much for everything, okay? Okay, thank you so much for taking me to Pattaya. Okay. It's very good time to travel with you. Bye. അങ്ങനെ ജൂൺ അവസാനം പോയി ഞാനൊരു സ്ഥലത്ത് വന്ന് ഇനി ബസ് എടുത്ത് ഞാൻ എയർപോർട്ടിലോട്ട് പോകാനുള്ള ഒരു പ്ലാനാണ്. യെസ്, ഞാനങ്ങനെ ബസ്സിൽ കയറി കപ്പങ്കാപ്പ്. ഞാൻ നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗം. ഞാൻ അതിനു മുമ്പ് എയർപോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചിട്ട് പോവാം എയർപോർട്ടിലോട്ട്. ഇതാണ്ട് മാങ്ങയൊക്കെയാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ ചക്ക. ചക്ക, പേരയ്ക്ക. ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഉള്ള ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ആളുകൾക്ക് വന്നിറങ്ങുമ്പോൾ അവർക്ക് പോകാനായിട്ടാണ് കേട്ടോ ഇതുപോലുള്ള ടാക്സികൾ. ഇവിടെ ഫുള്ള് നമ്മുടെ ഫുഡ് സ്ട്രീറ്റാണ്. കൊള്ളാം. ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടുമോ നോക്കാം. നല്ല അടിപൊളി ചക്കപ്പഴം. 20 baht. അപ്പം ഞാൻ നമ്മുടെ ചക്കപ്പഴവും നമ്മുടെ ഇതും വാങ്ങിച്ചു. 40 baht, 120 രൂപ. എയർപോർട്ട്. This way, okay. Okay. Oh, okay. Kapunga. Enna? Oh, so this way? I can look. Okay. Kapunga. ചക്കപ്പഴം നല്ല ചക്കപ്പഴം കേട്ടോ, പക്ഷെ അധികം പഴുത്തിട്ടില്ല. നോട്ടെ, ടേസ്റ്റ് നോട്ടെ. നല്ല അടിപൊളി വഴുക്ക ചക്ക കേട്ടോ. ഇത് നല്ല പഴുത്തില്ല, പഴുത്ത അടിപൊളിയാണ്. ഞാൻ ഇനി എയർപോർട്ടിലോട്ട് നടക്കുക. ഫ്ലൈറ്റ് ഈ കാണുന്നതാണെന്നാണ് തോന്നുന്നത്. എയർ ഏഷ്യയുടെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഞാൻ നേരെ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ്. അതാണ്ട് ബംഗളൂരു ടെർമിനൽ 1 108 കൗണ്ടറാണ്. ഞാൻ പോയി ചെക്ക് ഇൻ ചെയ്യട്ടെ. ഈ കാണുന്നതാണ് നമ്മുടെ DMK ഡോൺ മുവാങ് എയർപോർട്ടാണ്. ഇൻ്റർനാഷണൽ വിമാനത്താവളമാണ്. ധാരാളം ഫ്ലൈറ്റുകൾ പല ഭാഗത്ത്, ഇന്ത്യയുടെ പല ഭാഗത്തോട്ടുണ്ട്, പിന്നെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലോട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് ടൂറിസ്റ്റാണ് ഇവിടെ ആക്ച്വലി എത്തുന്നത്. ഞാൻ നമ്മുടെ എയർ ഏഷ്യയുടെ കൗണ്ടറിലോട്ടാണ് പോകേണ്ടത്. കൗണ്ടർ ഓപ്പൺ ചെയ്തോ നോട്ടെ. ബാഗ് തൽക്കാലം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഈ കാണുന്ന ബാഗും എൻ്റെ ഈ കാണുന്ന ബാഗ് മാത്രം എടുത്ത് ഞാൻ നമ്മുടെ കൗണ്ടറിലോട്ട് പോകാനായിട്ടുള്ള പ്ലാനാണ്. ഇടയിൽ വേറൊരു പണി കിട്ടി. നമ്മളിവിടെ വന്നിട്ട് ചെക്കിൻ്റെ അവർ സ്റ്റിക്കർ ഒട്ടിക്കും കേട്ടോ. അപ്പോൾ അവർ ഇതിൽ കുറച്ച് പ്രശ്നമുണ്ട്. തായ് എയർവേസിൽ ഇങ്ങനെ കാണിക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാൻ ബാഗ് മാറ്റി തൽക്കാലം വേറെ കുറേ സാധനങ്ങൾ അവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുവാണ്. ഓട്ടെ, എയർഏഷ്യയുടെ കളി നമ്മുടെ അടുത്താണോ. ഞാനത് പോയിട്ട് 3-4 സാധനമാക്കി മാറ്റി വെച്ച സാധനത്തിനെ ഞാൻ അവിടെ പോയിട്ട് തിരിച്ചെടുത്തു. ഇനി അവർ ബോർഡിംഗ് ഗേറ്റിൽ ചെക്കിങ് കാണൂല എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ അവർ വീണ്ടും ലഗേജ് ചെക്ക് ചെയ്തും. അങ്ങനെ അഥവാ ലഗേജ് ചെക്ക് ചെയ്താൽ പ്രശ്നമാവും. ഞാൻ Hey, bag you hand carry. സോറി. Hand carry bag. യെസ്. You hand carry na. ഓക്കെ, താങ്ക് യു. ഹലോ. അവസാനം നമ്മുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞു. എൻ്റെ സെക്യൂരിറ്റി ചെക്കിൽ എൻ്റെ ബാഗിൻ്റെ അകത്ത് നമ്മുടെ ഡൂറിയാനില്ലേ, നമ്മുടെ ഡൂറിയാൻ്റെ കുറച്ച് പൈ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. നമ്മുടെ അവളുടെ അമ്മ ഉണ്ടാക്കിയത്. അത് വന്നപ്പോൾ ഇവർ കുറേ സ്കാൻ ചെയ്തു, എന്തോ ഇതുപോലെ ലാസ്റ്റ് അലോ ഇത് വിട്ടു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്ന് ഡൂറിയൻ പൈ ഇവർ എയർപോർട്ടിൻ്റെ അകത്ത് ലിക്വിഡ് പോലത്തെ സാധനമല്ലേ കയറ്റൂലെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. ഇനി നമ്മുടെ 15ാമത്തെ ഗേറ്റിലോട്ട് ഞാൻ പോവാണ്. ഇനി അള്ളാഹ്ക്കറിയാം ലാസ്റ്റ് അവസാനം വരുമ്പോൾ ബോർഡിംഗ് ഗേറ്റിൽ വേറെ ബാഗിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന വല്ല പരിപാടി ഉണ്ടെങ്കിൽ खत्म तो अंदर दे रहे 70 बात की। फिर मेरी 1.5 पुड़िया है जरूरत का है।
सही चल रहा और कौन सी ഞാനങ്ങനെ അവസാനം ഇവിടെ വന്ന് സിനിമയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി ഒരു അരമണിക്കൂർ തന്നെ നമ്മുടെ ബോഡിഗേറ്റ് ഹോട്ടലിലോട്ട് ഞാൻ ഫ്ലൈറ്റ് കയറി ബാംഗ്ലൂരിലോട്ടുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇവിടെ തൊട്ടടുത്തിരുന്ന് ഒരാള് മറ്റേ ഇതുണ്ടല്ലോ, ഇവർ ചവച്ചിട്ട് ഉത്തരേന്ത്യയിലൊക്കെ ഇവർ ചവച്ചിട്ട് തുപ്പുന്ന ഒരു സാധനം ഉണ്ടല്ലോ, सारी कहाँ है അതും കൊണ്ടുവന്നിട്ട് പാക്കറ്റ് കൊണ്ടുവന്നിട്ട് കയ്യിലിങ്ങനെ ഇടിയൊക്കെ ഇടിച്ചിട്ട് അതിനെ പൊടിച്ച് എടുത്ത് വായിലിടുന്നു. അതിൻ്റെ മാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യ കേട്ടോ. അവർ എനിക്കൊന്ന് ബാങ്കോക്ക് കറങ്ങാൻ വേണ്ടി വന്നവരാണെന്ന് തോന്നുന്നു. ജയ്പൂരിലോട്ട് പോകുന്ന ഒരു ഫ്ലൈറ്റ് ഉണ്ട്. എനിക്കൊന്ന് ജയ്പൂരിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം. മാറ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അത്രയ്ക്ക് മാറ്റവും അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥ. दिल्ली से नहीं आएगा जो ऐसा करूँगा तो आपका फेस भी आ जाएगा. नहीं हम उसको अपना मोबाइल कर रहे हैं ना तो ये हम वापस आ रहे हैं हाँ ओके. नहीं इधर इसमें इसमें नहीं ऐसा आ ही रहे है. हाँ इसमें नहीं आ रहा है नहीं वही नहीं, बस इधर देख सकता है. ऐसा ही है, ऐसा ही. ഇവര് ക്യാമറ കണ്ടുകൊണ്ട് ഇതായിട്ട് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. എന്ത് ക്യാമറയാണെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. കേരള से रील बनाते हो वीडियो आप घूमने के लिए आया? किधर बताया आया? कितना दिन का था? യു പിക്കാരാണ് കേട്ടോ. യു പിക്കാരാണ് ഇപ്പം ഹമ്പരാക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നേരം. പിന്നെ എൻ്റെ അടുത്ത് കമ്പനിയായി. ഹായ് ബോലോ, അവർക്ക് ഹായ് പറയണമെന്ന്. कैसा था आपका ट्रिप, कैसा था? बढ़िया, फर्स्ट क्लास एकदम. बढ़िया. हाय हाय हाय, पसंद हो गया? पहली बार है क्या? 6-7 टाइम्स. फर्स्ट टाइम सभी तरीके से. ओके. अच्छा क्या ബും ബും പുള്ളി പറഞ്ഞത് ബും ബും എന്നാണ് കേട്ടോ. ബും ബും എന്ന് പറയുമ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട കാര്യമല്ല കേട്ടോ. അങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് വന്നു എന്ന് പറയുമ്പോൾ അവർ ഒറ്റയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചു. ലാസ്റ്റ് വീഡിയോക്കെ എടുത്തു. അപ്പോൾ അവർ ഇവിടുന്ന് പോയപ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് മാറ്റമുണ്ട് കേട്ടോ. ഞാൻ അവരെ പുച്ഛിക്കുന്നതല്ല, പക്ഷെ സത്യം പറയാലോ എനിക്ക് തന്നെ പറ്റിയില്ല. അപ്പം ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാത്തത് ഈ തായ്ക്കാർക്കൊക്കെ എന്ത് ഭയങ്കര എക്സ്ട്രീം ഒരു സ്മെല്ലായിരിക്കും കേട്ടോ ഇവർ ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമ്മുടെ ബാംഗ്ലൂർ ഫ്ലൈറ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. 8:35 8 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ. അവിടെ ഇനി നമ്മുടെ ലഗേജ് വേറെ നോക്കുന്ന സെക്ഷൻ ഇല്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് നല്ലതുപോലെ പണി കിട്ടും. കാരണം അവർ ലഗേജ് നോക്കിയാൽ ചിലപ്പം ലഗേജ് കൂടുതലായതുകൊണ്ട് അവരിവിടെ നിന്ന് ഫൈൻ എടുപ്പിക്കും. അങ്ങനത്തെ സംഭവമുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ആളുകളൊന്നുമില്ലേ. അവസാനം നമ്മുടെ ഫ്ലൈറ്റ് ബോർഡിംഗ് ഗേറ്റ് തുറന്നിട്ടുണ്ട്. ഞാൻ ബോർഡ് ചെയ്യാനായിട്ട് പോകുന്നു. രാത്രി 10-11 മണിക്ക് എന്തോ എത്തും. പിന്നെ എനിക്ക് വെളുപ്പാലം വരെ ഫ്ലൈറ്റിൽ തന്നെ എയർപോർട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ 5 മണിക്ക് കൊച്ചിയിലോട്ട് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ കൊച്ചിയിൽ നിന്ന് പിന്നെ ട്രെയിന് വല്ലതും എടുത്തിട്ട് വേണം നാളെ 6:30 എന്തോ എത്തും കേട്ടോ. ട്രെയിനോ വല്ലതും ബസ് എടുത്തിട്ട് വീട്ടിലോട്ട് പോകണം. അതാണ് ഇപ്പോഴുള്ള എൻ്റെ കറണ്ട് പ്ലാന്. എല്ലാം നമ്മുടെ ബാംഗ്ലൂർ സ്വദേശികളാണ്, മലയാളികളൊന്നും വേറെ ആയിട്ടില്ല. കൊച്ചിന് നമ്മുടെ നാട്ടിലോട്ടൊക്കെ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല കേട്ടോ. കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർ ആ ഫ്ലൈറ്റ് എടുത്ത് തന്നെ കേരളത്തിലോട്ട് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഞാൻ എന്തായാലും ബോർഡായിട്ടെ നമ്മുടെ വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഈ വിമാനത്തിൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറയുമ്പോൾ ഈ വിമാനത്തിൽ എനിക്കൊന്ന് 100% സാധിക്കാം. 100% ഏകദേശം 98% ആളുകളും ആണുങ്ങളാണ് കേട്ടോ. ആണുങ്ങളാണ്. പട്ടായയിൽ വന്നതാണ്. പട്ടായയിൽ വന്ന ആൾക്കാർ ബാങ്കോക്കിൽ വന്നിട്ട് പിന്നെ ഡയറക്റ്റ് ഫുക്കറ്റിൽ പോകുന്ന ആൾക്കാർ മിക്കവാറും ഫുക്കറ്റിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നാട്ടിലോട്ട് ഫ്ലൈറ്റ് എടുത്ത് പോകും കേട്ടോ. ഇതിൽ ആളുകൾ നോക്കിയാൽ ഫുള്ള് ഭൂരിഭാഗമല്ല 99% എന്ന് പറയണം. ആകെ ഞാൻ കണ്ട 2 സ്ത്രീകളാണ് ബോർഡിംഗ് ഗേറ്റിലുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ കണ്ടത് എയർ ഹോസ്റ്റസുമാർ മാത്രമായിട്ടേ ഉള്ളൂ കേട്ടോ സ്ത്രീകളായിട്ടുള്ളത്. എന്തായാലും ഞാൻ ഹാപ്പി. 15, 16, 17 കിലോ ഉണ്ട്. 7 കിലോ എനിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ വെട്ടിച്ചും തച്ചിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടില്ലേ, എല്ലാവരും മാമന്മാരാണ് കേട്ടോ കൂടുതലും. മാമന്മാരും പിന്നെ യങ്സ്റ്റേഴ്സും ധാരാളം വരുന്നത്. യങ്സ്റ്റേഴ്സ് പിന്നെയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരും, കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്. ബാക്കി മാമന്മാരെന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് മാത്രമേ വരുള്ളൂ കേട്ടോ. ABC on your right hand side. എൻ്റെ ഏറ്റവും പുറകിൽ 31ാമത് എന്തോണ്.
നമ്മുടെ ബാങ്കോക്കിൻ്റെ മുകളിലൂടെ ദാണ്ടെ വിമാനം പറന്ന് പൊങ്ങിയിട്ടുണ്ട്. ഫൈനലി ബാംഗ്ലൂരിൽ ലാൻഡായിട്ടുണ്ട്. ഞാൻ ഉറക്കം തൂക്കി ഒട്ടും വയ്യായിരുന്നു. പിന്നെ അടുത്ത പ്രശ്നം വീണ്ടും എമിഗ്രേഷൻ്റെ പ്രശ്നമാണ്. വീണ്ടും പറയണ്ടല്ലോ, സ്പെഷ്യലി ബാംഗ്ലൂരാണ്. കേരളമൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എമിഗ്രേഷൻ്റെ ഇനി എങ്ങനെയായിരിക്കുമെന്ന് പഠിച്ചാണ് അറിയാം കേട്ടോ. ഞാൻ ഉറക്കം തൂക്കി ഇനി പോവാണ്. എല്ലാവരും ഇവിടെ റെഡിയാവും. ഞാൻ നമ്മുടെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി നമ്മുടെ ടെർമിനൽ 2 വന്ന് വീണ്ടും ഞാൻ വിമാനത്താവളത്തിൻ്റെ അകത്തോട്ട് പോവാണ്. കാരണം എൻ്റെ അത് ഞാൻ 2 ഫ്ലൈറ്റ് മാറി മാറിയാണ് എടുത്തത്. അതുകൊണ്ട് നമുക്ക് അകത്തൂടെ തന്നെ പോകാൻ പറ്റില്ല. പുറത്തിറങ്ങിയിട്ട് വേണം വീണ്ടും കയറാനായിട്ട്. ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങുമായിരുന്നു. നമ്മുടെ അടുത്ത ഫ്ലൈറ്റിലെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് അതിന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി. എനിക്കെപ്പോഴും പുറകിലാണ് കേട്ടോ, ഓട്ടോമാറ്റിക് സീറ്റ് തന്ന് പുറകിലായിപ്പോയി. ഇനി 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് കൊച്ചിയിൽ വെച്ച് കാണാം. നമ്മളങ്ങനെ കൊച്ചി എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു മേഘ കാണാൻ എന്ത് രസമല്ലേ. ഞാൻ നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മുടെ മെട്രോ കണക്ട് ചെയ്താനുള്ള ബസ്സുണ്ട്. അടുത്ത ആലുവയിലോട്ട് പോകും.